ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു മുസൽമാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ 3നോ 7നോ മറ്റോ കുടുംബക്കാരും നാട്ടുകാരും ഒരുമിച്ചുകൂടി ഒരു 70,000 തഹ്ലീൽ ചെയ്യുന്ന ഒരു സമ്പ്രദായം വളരെ നല്ലതാണ്. നാം ആലോചിക്കണം, നമ്മൾ മരിക്കാൻ കാത്തിരിക്കേണ്ടതുണ്ടോ അങ്ങനെ ഒരു 70,000 പൂർത്തിയാക്കാൻ? നമുക്ക് ദിശാബോധമില്ലാത്തതിൻ്റെ പേരിലോ പരിശുദ്ധ ദീനിൻ്റെ അകമറിഞ്ഞ ഗുരുനാഥന്മാരുടെ സഹവാസമില്ലാത്തതിൻ്റെ പേരിലോ നഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഇസ്ലാം കാര്യം 5 ആണ്. അതിൽ 4 കാര്യങ്ങൾക്കും നാഫിലത്തുണ്ട്, അത് നമുക്കൊക്കെ അറിയാം. എന്നാൽ ഇസ്ലാമിൻ്റെ മർമ്മപ്രധാനമായ 1ാമത്തെ റുക്കിന് അഷഹാദത്തൈനിയാണ്. നാവുകൊണ്ട് വ്യക്തമായി പറയുക, ഖൽബ് കൊണ്ട് അംഗീകരിക്കുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. എങ്കിൽ സ്വാഭാവികമായും അതിനും ഒരു സുന്നത്ത്, നാഫിലത്ത് ഉണ്ടാകേണ്ടതല്ലേ? അർക്കാനുൽ ഇസ്ലാമിലെ 5 കാര്യങ്ങളിൽ 4 എണ്ണത്തിനും നാഫിലത്തുകളുണ്ട്. അതിൽ നാം ബോധവാന്മാരാണ്, നാം വർദ്ധിപ്പിക്കുന്നവരുമാണ്, അത് വളരെ നല്ലതും. എന്നാൽ 1ാമത്തെ റുക്കിനായ ഷഹാദത്തൈനിയുടെ നാഫിലത്താണ്, അതിൻ്റെ സുന്നത്താണ് ദിക്റുകൾ വർദ്ധിപ്പിക്കുക. കാരണം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഇസ്ലാം കാര്യത്തിലെ 1ാമത്തതും അടിസ്ഥാനമായതും ഷഹാദത്തൈനിയാണ്. അത് നമ്മുടെ കയ്യിലുണ്ട്, അൽഹംദുലില്ലാ. മുസ്ലിം പാരമ്പര്യത്തിൽ നാം ജനിച്ചു എന്നതാണ് ഒരു കാരണം. ഇന്ന് നമ്മൾ ഇനി ചെയ്യാനുള്ളത് അതിൻ്റെ നാഫിലത്തുകൾ വർദ്ധിപ്പിക്കലാണ്. അതെന്താണ്? 5 നേരത്തെ നമസ്കാരമാണ് 2ാമത്തെ ഇസ്ലാം കാര്യം. അതിൻ്റെ നാഫിലത്താണ് സുന്നത്തായ നിസ്കാരങ്ങൾ, തറാവീഹ്, ദുഹ നമസ്കാരം, മറ്റുള്ള റവാത്തിബുകൾ. അതുപോലെ 3ാമത്തെ ഇസ്ലാം കാര്യമാണ് സക്കാത്ത്. നിശ്ചിത പണം നിശ്ചിത കാലഘട്ടം കയ്യിലുള്ളവർക്കാണ് സക്കാത്ത് ഫർളാവുക. എന്നാൽ അതിനുമുണ്ട് ഒരു നാഫിലത്ത്, ഒരു സുന്നത്ത്. അതാണ് സദഖ, ധർമ്മങ്ങൾ. അത് എത്രയും ഒരാൾക്ക് കൊടുക്കാം, അതിന് അളവും കാര്യവും ഒന്നുമില്ല. അതുപോലെ ഇസ്ലാം കാര്യത്തിലെ 4ാമത്തെ ഫർളാണ്, റുക്കിനാണ് സുയാമു റമദാൻ മാത്രമേ ഫർളുള്ളൂ. എന്നാൽ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് സുന്നത്തുണ്ടല്ലോ. വ്യാഴാഴ്ച സുന്നത്തുണ്ട്, തിങ്കളാഴ്ച സുന്നത്തുണ്ട്, അയ്യാമുൽ ബിയലുണ്ട്, ആഷൂറ, താസുആ, യൗമു അറഫ, സുന്നത്തായ നോമ്പുകൾ. അതുപോലെ ഹജ്ജാണ് 5ാമത്തെ റുക്കിന് ഇസ്ലാം കാര്യങ്ങളുടെ സ്തംഭങ്ങളുടെ. എന്നാൽ ഹജ്ജ് കൊല്ലത്തിൽ ഒരിക്കലേ കഴിയൂ, അതും ആയുസ്സിലൊരിക്കലേ ഫർളുള്ളൂ. എന്നാൽ അതിൻ്റെ സുന്നത്ത് എന്താണ്? നാഫിലത്തുൽ ഹജ്ജ്, ഉംറകൾ വർദ്ധിപ്പിക്കുകയും അതുപോലെ തവാഫുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുക. അതിന് ചില നിയമങ്ങളും മര്യാദകളും ഒക്കെ ഉണ്ട് എന്ന് മാത്രം. അപ്പോൾ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളായ 5 എണ്ണത്തിനും നമസ്കാരത്തിനും സക്കാത്തിനും നോമ്പിനും ഹജ്ജിനും നമ്മൾ സുന്നത്തുകൾ എന്താണ് എന്ന് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ നാഫിലകൾ വർദ്ധിപ്പിക്കുന്നതിൽ സത്യവിശ്വാസികൾ തിടുക്കം കൂട്ടുന്നുമുണ്ട്. ചിലരൊക്കെ സുന്നത്ത് നമസ്കാരങ്ങൾ 100ഉം 200ഉം റക്അത്തുകളായി വർദ്ധിപ്പിക്കുന്നുണ്ട്. അത്രയും നല്ലതാണ്. എന്നാൽ ഇസ്ലാം കാര്യം 5 ആണ്. അതിൽ 4 കാര്യങ്ങൾക്കും നാഫിലത്തുണ്ട്, അത് നമുക്കൊക്കെ അറിയാം. എന്നാൽ ഇസ്ലാമിൻ്റെ മർമ്മപ്രധാനമായ 1ാമത്തെ റുക്കിന് അഷഹാദത്തൈനിയാണ്. നാവുകൊണ്ട് വ്യക്തമായി പറയുക, ഖൽബ് കൊണ്ട് അംഗീകരിക്കുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. എങ്കിൽ സ്വാഭാവികമായും അതിനും ഒരു സുന്നത്ത്, നാഫിലത്ത് ഉണ്ടാകേണ്ടതല്ലേ? അർക്കാനുൽ ഇസ്ലാമിലെ 5 കാര്യങ്ങളിൽ 4 എണ്ണത്തിനും നാഫിലത്തുകളുണ്ട്. അതിൽ നാം ബോധവാന്മാരാണ്, നാം വർദ്ധിപ്പിക്കുന്നവരുമാണ്, അത് വളരെ നല്ലതും. എന്നാൽ 1ാമത്തെ റുക്കിനായ ഷഹാദത്തൈനിയുടെ നാഫിലത്താണ്, അതിൻ്റെ സുന്നത്താണ്. ജീവിതത്തിൽ ഒരിക്കൽ ഉറപ്പിച്ചു പറഞ്ഞാൽ പിന്നെ ഫർള് നാം നിർവഹിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ ആവർത്തനങ്ങളാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിൻ്റെ വ്യത്യസ്തങ്ങളായ ആവർത്തനങ്ങളാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. കലിമത്തു ഷഹാദയിലെ ഏറ്റവും വലിയ കലിമ ത്വയ്യിബ വർദ്ധിപ്പിക്കുക. അതിൻ്റെ മറ്റ് പോഷണങ്ങളാണ് സുബ്ഹാനല്ലാഹ് എന്ന തസ്ബീഹ്, അൽഹംദുലില്ലാഹ് എന്ന തഹ്മീദ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ഹൗഖല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ബസ്മല. നമുക്ക് ഓരോന്നും ദിക്റുല്ലാഹി എന്ന ഭാഗം അതൊരു വലിയ അധ്യായമാണ്. അതുപോലെ വഅഷ്ഹദു അന്ന സയ്യിദനാ മുഹമ്മദൻ റസൂലുള്ളാഹ്, നമ്മുടെ മനസ്സുകൊണ്ട് വിശ്വാസം ഉറപ്പിച്ച് നാവുകൊണ്ട് നമ്മൾ ഒരിക്കൽ അത് പറഞ്ഞാൽ ഫർള് കഴിഞ്ഞു. ഇനി അതിൻ്റെ സുന്നത്ത് ഏതാണ്?
മുഹമ്മദുൻ റസൂലുള്ളാഹി എന്ന ആ സത്യസാക്ഷ്യത്തിന്റെ സമ്മാനം പുറത്തേക്ക് വരട്ടെ. അസ്സലാത്തു അലൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് വർദ്ധിപ്പിക്കുക. പല വാക്കുകളിലും പല സീഗകളിലും മഹാന്മാര് പഠിപ്പിച്ചതുണ്ട്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുണ്ട്. ഏതെല്ലാം സ്വലാത്ത് വാചകങ്ങളുണ്ടോ അതിൽ കൃത്യനിഷ്ഠമായി ഒരു ഗുരു സമ്പർക്കമുള്ള ആൾക്ക് അവന്റെ ആധ്യാത്മിക പ്രസരണത്തിന്റെ ബാലൻസിന് അനുസൃതമായി പഠിപ്പിക്കപ്പെട്ട സ്വലാത്തുകൾ ഉണ്ടാകും. അതിലാണ് അവൻ കൂടുതൽ സമയം വിനിയോഗിക്കുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വ ആലിഹി വസല്ലിം എന്ന സ്വലാത്തുൽ അനസിയയാണ് ചിലരധികമായി ചൊല്ലുക. ഉദാഹരണം, അസ്വലാത്തുൽ ഇബ്രാഹിമിയ്യ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ സയ്യിദിന ഇബ്രാഹിം. അങ്ങനെ അറിയപ്പെട്ട സ്വലാത്തുൽ ഇബ്രാഹിമിയയുണ്ട്. മഹാന്മാരായ ആധ്യാത്മിക ഗുരുനാഥന്മാർ നമുക്ക് പഠിപ്പിച്ച അൻവാറുകളുടെ ആത്മീയ പ്രസരണങ്ങളുടെ മികവുറ്റ സ്വലാത്തുകളുണ്ട്. ഒരു ദിവസം തന്നെ 1000ഉം 10,000ഉം ഒക്കെ ചൊല്ലാൻ നമ്മൾ സമയം കണ്ടെത്തിയാൽ ഇല്ല. സമയമുണ്ടാകുന്നത് താല്പര്യമനുസരിച്ചാണ്. നമ്മുടെ പരിഗണന എന്തിനാണോ അതിനനുസരിച്ചാണ് സമയമുണ്ടാകൽ. ഇസ്തിഗ്ഫാർ, അള്ളാഹുവിനോട് പാപമോചനത്തിനു വേണ്ടി അപേക്ഷിക്കുക. അസ്തഗ്ഫിറുല്ലാഹൽ അസീം ഹുവത് തവ്വാബുർ റഹീം, ആവർത്തിച്ച് പറയുക. ഓരോ വിശ്വാസിയും ഇത് കേൾക്കുമ്പോൾ ഓർക്കണം, നമ്മുടെ നാട്ടിലൊക്കെ ഒരു മര്യാദയുണ്ട്. ഒരു മുസൽമാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ 3നോ 7നോ മറ്റോ കുടുംബക്കാരും നാട്ടുകാരും ഒരുമിച്ചുകൂടി ഒരു 70,000 തഹ്ലീല് ചെയ്യുന്ന ഒരു സമ്പ്രദായം വളരെ നല്ലതാണ്. നാം ആലോചിക്കണം, നമ്മൾ മരിക്കാൻ കാത്തിരിക്കേണ്ടതുണ്ടോ അങ്ങനെ ഒരു 70,000 പൂർത്തിയാക്കാൻ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ച ഒരു കാര്യമാണത്. അതിന് നമ്മൾ മൺമറഞ്ഞ് ഖബറിലെത്തിയ ശേഷം നമ്മുടെ കുടുംബക്കാരാണ് പിന്നീട് മെനക്കെടുന്നത്. നമ്മളോട് പ്രത്യേക അനുഭാവം ഒന്നുമില്ലാത്തവർ പോലും കുടുംബം വിളിച്ചതിൻ്റെ പേരിൽ നിർബന്ധമായി വന്നതാണ്. അവരാണ് പിന്നെ 100ഉം 200ഉം തഹ്ലീല് നമുക്ക് വേണ്ടി ഹദിയ ചെയ്യുന്നത്. ഇവിടെ നാം ഓർക്കുക, അത് നടക്കട്ടെ, നല്ലത് തന്നെ. നമുക്ക് വേണ്ടിയുള്ള തഹ്ലീല് എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 70,000 ചൊല്ലി തീർക്കാൻ ഓരോ വർഷവും റമദാനിൽ നമുക്ക് മെനക്കെട്ടാൽ കഴിയില്ലേ? ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് വെറും 3 ദിവസം കൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് 70,000 തവണ അദ്ദേഹം പൂർത്തിയാക്കിയത്. തിരക്ക് പിടിച്ച മനുഷ്യനാണ്. അതൊക്കെ മനസ്സിലെ നിയ്യത്തനുസരിച്ചാണ് നടക്കുക. എങ്കിൽ ദിക്റുല്ലാഹി വർദ്ധിപ്പിക്കുക, അതിന്റെ അളവുകൾ കൂട്ടുക. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.